അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ചലഞ്ചുമായിട്ടാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് ലഡ്ഡന്മാർപ്പേതാണ് ഇതാണ് കേട്ടോ. പുളിയില്ലേ, നമ്മളെ പുളിമുട്ട ഉണ്ടാക്കാൻ പോകണം. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രൈ ആണ്. പക്ഷേ മറ്റേ ഈള് കുത്തിയിട്ട് വേണ്ട പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു വേണ്ട, പുളി മറ്റേ ഈള് കുത്തണ്ട, ഇങ്ങനെ ഉരുണ്ടയാക്കി തിന്നാണ്. നമ്മളിത് ഉരുട്ടിയാക്കുന്നുണ്ട്. ചെറിയൊരു ഉരുട്ടിയൊക്കെ ഞാൻ മതിയേ, അധികം ഇല്ലാത്ത ഇത് കുറച്ച് എനിക്ക് ഇതിൻ്റെ വലിയ ഉരുട്ടി. ഓക്കെ ഗൈസ്, അതരാ. പോരാ, നമുക്ക് ഉണ്ടയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുളി എന്ന് പറഞ്ഞാൽ. പഞ്ചസാരയിൽ മുക്കിയെടുക്കാം. ഇതൊക്കെ തിന്നല്ലേ കൂട്ടുന്നെടുക്ക്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടല്ലേ? പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ഇരുന്ന് കഴിക്കുക, പീടികയിലൊക്കെ കിട്ടുന്നതാണ്. ഇത് നല്ല ഫ്രഷാണ്. നമ്മൾ പീടികയിലൊക്കെ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ തിന്നുന്നതായിരിക്കും അല്ലേ. ഇതാ ഇത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ഈ പുളിമരം കാണിച്ചെടുക്കടി. ഇതാ നമ്മുടെ വീട്ടിൽ പുളിമരം വീട്ടിൽ ഇപ്പോൾ ഇട്ട. അപ്പോൾ നമുക്ക് ഫ്രഷ് എന്ന് പറയാൻ മഹാ ഫ്രഷാണ്. നമുക്ക് തിന്ന് നോക്കാം. ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അവിടെ അങ്ങനെ പഞ്ചസാര മുക്കുക. കഴിച്ച് ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. വെരി ടേസ്റ്റ് കേട്ടോ. സീന കഴിച്ച് ഇത് മോസ്റ്റ് ട്രൈ. കുറച്ച് പുളിയുണ്ട്, അത് നോക്കണ്ട. പീടികയിൽ കിട്ടുന്ന നല്ല ടേസ്റ്റിലാണ് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയത്. സിമ്പിളാണ് ഗൈസ്. പുളി എടുത്ത് പഞ്ചസാര മുക്കി തിന്നാൽ മതി. ഈള് കുത്തിയിട്ടാണ് ടേസ്റ്റ്, പക്ഷേ ഇവൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇതിന് ഓരോ ഉറുപ്പ് നമ്മൾ വെറുതെ പോക്കുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള പീടികയിലൊക്കെ, എൻ്റെ വീടിൻ്റെ കുറേ പീടിയുണ്ട്, അവിടെയൊക്കെ 1 ഉറുപ്പ്യാണ് ഈ മുട്ടായിക്ക്. ഇത് ഫ്രഷ് ഒന്നല്ല ചിലപ്പോൾ, അത് ഏത് നമുക്ക് കണ്ടുകഴിഞ്ഞ പുളി ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രഷ് പുളി കേട്ടോ. ഇപ്പം മരത്തുമ്പോൾ അധികം പുളിയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഇല്ലേ? ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ടത്തെ നിങ്ങൾ അച്ഛൻ നമ്പർമാരൊക്കെ ഇതിന് ചോദിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.